വളരെ അധികം ഉപയോഗിക്കുന്ന ദൈവദാസനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അദ്ദേഹം ശുശ്രൂഷയ്ക്കായി നമ്മുടെ നടുവിലേക്ക് വരുന്നു. ഒന്ന് കരമടിച്ചതെന്ന് സ്വാഗതം ചെയ്യാമോ? Praise the Lord. Hallelujah. Hallelujah. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ദൈവസഭയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് കർത്താവദാസൻ ബാബാസിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അവസരമൊരുക്കി. ആ നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ മണ്ണിൽ വന്ന് നിൽക്കുവാൻ ദൈവം ഒരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനേക കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും അതൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് പ്രധാനമുള്ളത്. എൻ്റെ പേര് പ്രജിത് പി മാത്യു എന്നാണ്. ഞാൻ ഇപ്പോൾ പാമ്പാടി താമസിക്കുന്ന കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ് എന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിലും വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അവസരമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ബീഹാർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, കർണാടക ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. സ്തോത്രം. അനേക ദിവസമാർ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ പ്രാർത്ഥനയോട് കർത്താവിൻ്റെ ഭാഗത്ത് നമുക്കായിരിക്കാം. മറ്റു കാര്യങ്ങളൊന്നും പറയാതെ വേഗം വചനത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന വിശേഷം ഇങ്ങനെ ഹാലിൽ ഒരു അവസരം ഒരുക്കി തന്ന ഈ ദൈവസഭയ്ക്ക്, കർത്താവിൻ്റെ സഭയെ സൂക്ഷിച്ച കർത്താവിൻ്റെ ദാസന്, കുടുംബത്തിന്, എനിക്ക് അതിന് മുഖാന്തരമായിട്ട് എൻ്റെ സ്നേഹിതൻ ഉള്ളായിട്ടുള്ള പ്രിയ പാസ്റ്റർ പ്രത്യേകം നന്ദി എല്ലാവർക്കും അറിയിക്കുകയാണ്. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കും. അതിവാത്സല്യമായി നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഈ ദൈവസഭയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ എന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. പല പ്രാവശ്യത്തിൽ കൂടെ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങളോട് ഈ വചനത്തെ കൂടി സംസാരിപ്പാൻ കാണിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെ വേർപെടുത്തുറച്ചിരുന്നതും ഹൃദയത്തിലെ ചിന്തകളെ ഭാവനയും വിവേകിക്കുമായി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ടവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ പകൽ ഈ ഹാൽ ദൈവസഭയിൽ വെളിപ്പെട്ട് വരേണ്ട ആത്മീയ ശുശ്രൂഷകൾക്ക് വിരോധം പ്രതികൂലം വ്യാപരിക്കുന്ന എല്ലാ പോരുകളും നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്നലെ ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ള വചനപ്രകാരം എല്ലാ പാതാള ഗോപുര ശക്തികളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ സഭയായി ജയമെടുക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങൾ പകരണമേ. ദൈവാത്മ വ്യക്തമായോട് സംസാരിക്കണമേ. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മ വ്യക്തി ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ശക്തമായി ഇന്നുവരോട് വെളിപ്പെട്ട് വരേണ്ടതിനായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ച ബഹുമാനം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. ദൈവസഭയ്ക്ക് വിരോധമായി മതത്തിന്റെ, യഹൂദ മതത്തിന്റെ എരിവോടുകൂടെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം കണ്ടിട്ടുള്ളത് കൊണ്ട് ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചു.
ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കഴിയും, കർത്താവ് എന്നെ കണ്ടതുകൊണ്ടാണ് അവൻ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് 6-ാം മാസത്തിൽ സ്തോത്രം മരിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് 6-ാം മാസത്തിൽ എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി, പക്ഷെ ഇന്നും ജീവനോട് ഇരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ നിനക്കെതിരെ വിധി എഴുതിയാലും ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെയും നിന്നെയും കുറിച്ച് കർത്താവ് ഇട്ടിരിക്കുന്ന പദ്ധതികളെ മാറ്റുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് വലുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. നിനക്കെതിരെ വെല്ലുവിളിച്ചു വന്ന് നിൽക്കുന്ന, എതിരായി നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഇവിടെ അനേക അഭിഷിക്തന്മാരോട് അവരെല്ലാം ഓർമ്മ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഈ ഉപവാസത്തിന്റെ മധ്യത്തിൽ നാം വെറുതെ വന്നതല്ല, ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുന്നതോ അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീര, ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയായിത്തീര, അവരുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീര. നിന്റെ മേലുള്ള ദൈവ പദ്ധതിയെ, നിന്റെ മേലുള്ള ദൈവ പ്രവൃത്തിയെ തടയുവാൻ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് മഹത്വപ്പെടുത്തുകയെ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. ചില നിരാശയുടെ അനുഭവങ്ങൾ ഇന്ന് മാറിപ്പോകണം. തടസ്സങ്ങൾ മാറിപ്പോകണം, വെല്ലുവിളികൾ നീങ്ങിപ്പോകണം. മുന്നോട്ട് പോകാനാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്, പുറകോട്ട് പോകാനല്ല. ഈ 2021 ഈ ദിവസം വരെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നുവെങ്കിൽ എന്തിനു വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നു? നിനക്ക് മുന്നോട്ടൊരു യാത്രയുണ്ട് കേട്ടോ. മുന്നോട്ട് നീ പോകേണ്ടതുണ്ട്. നീ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. നീ മടുത്തു പോകേണ്ട ആവശ്യമില്ല. നീ ജനിക്കുന്നതിന് മുമ്പേ ദൈവമിട്ട പദ്ധതികൾ അതിന് നിവർത്തിയിലേക്ക് വരത്തക്ക നിലയിൽ ഇന്നവൻ ആത്മാവിനെ അഭിഷേകം ചെയ്യുന്ന മകനാണിത്. ആത്മാവിനെ പുറത്തെടുക്കുന്നവരാണിത്. നീ രക്ഷിച്ചു പോകാൻ സമ്മതിക്കുകയില്ല. ആത്മാവിന്റെ പ്രവർത്തിക്ക് വേണ്ടി, ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഇന്നവർ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവ പ്രവർത്തി വെളിപ്പെട്ടു വരുമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇന്നവൻ ശക്തിയോടെ സംസാരിക്കുകയാണ്. ദൈവാത്മാവിന്റെ ഒഴുക്കിനെ തടയുന്നതായ എല്ലാ എതിർ മണ്ഡലങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. മനസ്സിനകത്ത്, ചിന്തകൾക്കകത്ത്, വികാരങ്ങൾക്കകത്ത് കടന്നു വരുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ആത്മാവ് നിറഞ്ഞവരായി ആത്മാവിന്റെ ഒഴുക്ക് ഈ പകൽ ഇന്നലെ നിന്നെ വെളിപ്പെടേണ്ടത് ഇന്നലെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ ഉപവാസത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവുക. ഇവിടെ അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതുതന്നെയാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കാം, നമുക്കൊത്തിരി പദ്ധതികൾ ഉണ്ടായിരിക്കാം, നമുക്ക് പല ചിന്തകൾ ഉണ്ടായിരിക്കാം, നമുക്ക് പല വിചാരങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അതൊന്നും അല്ല നടക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. അവന് ചിലത് ചെയ്യുവാനുണ്ട്, അവന് ചിലത് സംസാരിക്കുവാനുണ്ട്, അവന് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. അത് ആരെ സ്വീകരിക്കുവാൻ തക്ക വേണ്ട. ഇന്നവർ ആരെ ഏൽപ്പിച്ചു കൊടുക്കുമോ അവരുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കാൻ പോവുകയാണ്. അവർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് നിന്നോട് ഇടപെടുവാനുണ്ട് കേട്ടോ. നിന്നെ വെറുതെ അവൻ അയക്കത്തില്ല. നീ ഇവിടെ കടന്നു വന്നത്, നീ ദൈവസന്നിധി വന്നത് വെറുതെ മടങ്ങി പോകാനല്ല. ദൈവത്തിന് നിന്നോടൊന്ന് ഇടപെടുവാനുണ്ട്. സ്വത്രം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് എന്നോടൊന്ന് ഇടപെടണമെന്ന്?
കർത്താവൻ ഒന്ന് തൊടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അതിൻ്റെതായ നിലയിൽ അനുഭവിക്കാൻ കഴിയാതെ പലരുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്, പല തടസ്സങ്ങളുണ്ട്. എന്നാൽ എന്തിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ആത്മ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ, ആത്മാവിനെ നദിയിലേക്ക് ഇറങ്ങുവാൻ, അഭിഷേകത്തിൽ ഒന്ന് മുങ്ങി കുളിക്കുവാനൊക്കെ വേണം ആഗ്രഹിക്കുന്നവരെ ദൈവാത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യുക. നിന്റെ വിചാരം നീ ഒന്ന് മാറ്റിവെക്ക്, നിന്റെ ചിന്തയൊന്ന് നീ മാറ്റിവെക്ക്, നിന്റെ ആഗ്രഹം നീ ഒന്ന് മാറ്റിവെക്ക്. ദൈവാത്മാവിനെ പ്രവർത്തിക്കാനുള്ള എന്താണോ അത് കേൾക്കുവാൻ തക്കവണ്ണം, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്നൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഈ ഉപവാസത്തിന് 17ാം ദിവസത്തില് ദൈവത്തിന്റെ ആത്മാവ് മറ്റൊന്നില്ല ചോദിക്കുന്നത്, എന്റെ ഇഷ്ടം ചെയ്യേണ്ടതിന്, എന്റെ ഹിതം നിവർത്തിക്കേണ്ടതിന്, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി നിവർത്തിക്കേണ്ടതിന് ഇന്ന് പകലൊന്ന് സമർപ്പിച്ചു തരുമോ? ദൈവാത്മാവ് ഇടപെടാത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല. കാരണം ദൈവമാ വിളിച്ച് വേർതിരിച്ചത്. ഇന്നിവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നെങ്കിൽ വെറുതെ നിൽക്കുന്നതല്ല, ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നതാ. ഹല്ലേലൂയ. എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട് ഇന്ന് കർത്താവ് ചിലത് ചെയ്യും. ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവാത്മാവ് കണ്ടിരിക്കുക. അതിനേക്കാൾ ഇരട്ടിയായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവസഭയുടെ ഉണ്ടാകുമെന്ന പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. പണ്ടത്തെ പോലെ അല്ല കേട്ടോ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് വിരോധമായി നിന്നോട് പോരടിക്കുന്ന എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും, എത്ര വലിയ കോട്ടയാണെങ്കിലും, എത്ര വലിയ ശക്തിയാണെങ്കിലും അതിനെ തകർത്തുകൊണ്ട് നിന്നെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവശക്തനായ ദൈവമാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളുടെ മേൽ ഇന്ന് ജയമെടുപ്പുകളുടെ കരമടിച്ച് ആത്മാവിൽ അന്യ ഭാഷകളിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഒരു ജയത്തിന്റെ അനുഭവത്തിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വാക്തത്വമുണ്ടെങ്കിൽ, ദൈവിക ദൂതുണ്ടെങ്കിൽ, പ്രവചനമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ നിന്നോട് വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ മേഖലകളെ ഇന്ന് ജയമെടുപ്പട്ടെ, ഇന്ന് ജയമെടുപ്പട്ടെ, ഇന്ന് ജയമെടുപ്പട്ടെ, ജയമെടുപ്പെട്ട് വരട്ടെ. ആത്മാവാൻ നിനക്ക് ജയം തരുന്നത് ദൈവാത്മാവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഉപവസിക്കുന്ന ദൈവത്തിന്റെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നിരിക്കുകയാണ്. അവൻ നിനക്ക് ജയം തരുന്ന ദൈവമാണ്. ചില പരാജയങ്ങളെ, പരാജയ ഭീതികളെ, ചില നിരാശകളെ യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ അകറ്റി മാറ്റിക്കൊണ്ട് ആത്മാവിനൊരു കുതിച്ചെഴുന്നേൽപ്പ് ഈ ജനത്തിന് മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയുടെ കുതിച്ചെഴുന്നേൽപ്പ് നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു, അത് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു, മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഒന്ന് മാറുമ്പോൾ ഒന്നുള്ള നിലവാരത്തിൽ നിനക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന പോരിന്റെ ആയുധങ്ങളെ ഇന്ന് ദൈവങ്ങൾക്ക് ജയം തരാൻ പോവുകയാണ്. ആത്മാവിൽ പോരടിക്കുന്നവർക്ക് അറിയാം, ഒന്ന് കഴിയുമ്പോൾ അടുത്തു നിന്നുള്ള നിലയിൽ അടുത്ത പ്രശ്നവുമായി, അടുത്ത പ്രതിസന്ധിയുമായി നിന്റെ മുമ്പിലാവുമെന്ന് നിൽക്കുമ്പോ ഈ പകൽ അവനെ അകറ്റി കളയുവാൻ ഉപവാസത്തിന്റെ മധ്യത്തിൽ യേശു സാത്താനെ ശാസിച്ചു. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞപ്പോ അവൻ വിട്ടുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് നീ ശാസിക്ക, ചിലത് വിട്ടുപോകാൻ പോകുകയാണ്. നീ അകരം തുറന്ന് ശാസിച്ച് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന പുറകെ കടന്നു വന്ന് നിന്നെ കുറ്റപ്പെടുത്തുക, നിന്നെ പഴിചാരുക, നിന്റെ ഉപവാസത്തെ തകർക്കുക, നിന്റെ പ്രാർത്ഥനയെ തകർക്കുക, നിന്റെ സഭയെ തകർക്കുക, നിന്റെ കുടുംബത്തെ തകർക്കുക, നിന്റെ ജീവിതത്തെ തകർക്കുക, കടന്നു വരുന്ന ശത്രുവിനെ ഇന്ന് ശാസിക്കുക. ഒരു അധികാരം ഇവിടെ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അധികാരം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ അധികാരം വെളിപ്പെടട്ടെ, ആത്മാവിന്റെ അധികാരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ പോലും അറിയാതെ നിനക്കെതിരെ തന്ത്രങ്ങളെങ്ങനെ നിന്നെ തകർച്ചു കളയുക ശത്രു കൊണ്ടുവരുന്ന ചില വെല്ലുവിളികൾ ഇന്നത്തെ യേശുവിന്റെ
നാമത്തിൽ ഇപ്പോൾ തകരട്ടെ, 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 തകരട്ടെ. ആരാച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ചെയ്യുകയാണ്. ആത്മാവ് തകർക്കേണ്ടതിന് തകർക്കും. അപ്പോസ്തലന്മാർ ആ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി അവരെ ബന്ധിച്ച ബന്ധനങ്ങളെ പൊട്ടിച്ച് ദൈവം അവരെ പുറത്തെടുത്തുവെങ്കിൽ അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. നീയും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ കെട്ടിയ കെട്ടുകളെ ദൈവം പൊട്ടിച്ച് ഇന്ന് സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ. അന്യായ കെട്ടുകൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. ആ പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കട്ടെ, ഇവിടെ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളും അത് അനുഭവിച്ചറിയട്ടെ. നീ ഇരിക്കുന്ന ഇടത്ത് തന്നെ ദൈവ സാന്നിധ്യത്തെ നീ അനുഭവിച്ചറിയണം, അനുഭവിച്ചറിയണം. ഓ ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിക്കുക, 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 സ്തോത്രം ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക. അവർ ആരാധിച്ചു ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവമായി ഇടപെട്ടതെങ്കിൽ നീ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിനക്ക് വേണ്ടി ഇടപെട്. നിന്നെ പേർ ചൊല്ലി അവൻ വിളിക്കുക, നിന്നെ അവൻ വേർതിരിക്കുക. ഓ ശമന അർത്ഥമനക അജനഘടക അർത്ഥനകട്ടി അനാദികട്ടി അന്തക്കട്ടി കൂടകട്ടി വൈകക്കട്ടി എല്ലക്കെട്ട് വഴിയൊക്കെ ജിനാ രക്ഷസി ഭാരവർത്ഥാനസി അന്തരെ ജിഗനാദിയ ഉടവാ റിഗലാദിയാക അതിലെ കരക ആത്മാവ് സ്വതന്ത്രേ ശക്തിയോടെ, ശക്തിയോടെ. ഇത് പോരാ, ഇത് പോരാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിക്കുക. ഈ വചനത്തെ പ്രകാരം നിന്റെ ജീവിതത്തിൽ ഈ പകലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അഭിഷേകത്തോടുകൂടെ നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ പേർ ചൊല്ലി വിളിച്ചത്, നിന്നെ ഇതുവരെ കൊണ്ട് നിർത്തിയത് ശത്രുവിന്റെ വെല്ലുവിളി കണ്ട് തകർന്നു പോകാനല്ല, ശത്രുവിന്റെ വെല്ലുവിളി കണ്ട് അടുത്തു പോകാനല്ല, ശത്രുവിന്റെ വെല്ലുവിളി കണ്ട് ഭയപ്പെട്ടു പോകാനല്ല. അഭിഷേകത്തിന്റെ ശക്തിയോടെ അതിനെ തകർത്ത് മുന്നേറുവാനാണ് ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ ഇന്ന് പകൽ അതേ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകർന്നുണ്ടെന്ന് ആത്മാവിനൊരു ജയം. ഹല്ലേലൂയ. ആത്മാവിനൊരു ജയം വെളിപ്പെടട്ടെ, ജയം വെളിപ്പെടട്ടെ, ജയം വെളിപ്പെടട്ടെ. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആളിന്റെ സ്വത്രം ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ആളിന്റെ സ്വത്രം നിന്റെ പ്രശ്നം നിനക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പക്ഷേ നിന്റെ ദൈവത്തിന് നിന്റെ പ്രശ്നം അറിയാം, നിന്റെ സാഹചര്യം അവനറിയാം, നിന്റെ ചിന്താഗതികൾ അവനറിയാം, നിന്റെ നിരൂപണങ്ങൾ അവനറിയാം, നിന്റെ അവസ്ഥ അവനറിയാം, നീ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നുവെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. പക്ഷേ ആ സാഹചര്യങ്ങളുടെ നടുവിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന, അതിശയം പ്രവർത്തിക്കാൻ കഴിയുന്ന, വീര്യപ്രവർത്തി ചെയ്യുവാൻ കഴിയുന്ന, മാറ്റങ്ങളെ വരുത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് ഭഗവാൻ സേവിക്കുന്നത്. അവന്റെ നാമം ഇവിടെ മഹത്വപ്പെടട്ടെ, ഈ ദേശത്ത് മഹത്വപ്പെടട്ടെ. അസാധാരണമായ ദൈവ പ്രവർത്തിക്ക് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസനെ നിന്റെ മേൽ ഇന്ന് ഭഗവാൻ ആത്മാവിന്റെ ശക്തിയെ പകർന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. വിശ്വാസത്തെ മറിച്ചു കളയുന്ന, വിശ്വാസത്തിനെതിരായി വ്യാപരിക്കുന്ന, വിശ്വാസത്തെ തടുത്തു കളയുന്ന സകല പോരുകള് ഇന്നവർ അഴിയപ്പെടട്ടെ, അഴിയപ്പെടട്ടെ. ആരുടെ ദൈവം വായിക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാതെ അതിനെ തടസ്സപ്പെടുത്തുന്നതായി അവിശ്വാസത്തെ കൊണ്ടുവരുന്ന, മറുതലിപ്പിനെ കൊണ്ടുവരുന്ന ദൈവവചനത്തോട് മത്സരിക്കുകയും അവന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുട്ടിന് അന്ധതമസ്സരമിരുന്ന് അരിഷ്ടതയാൽ ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവരെന്ന് വായിക്കുന്നത് പോലെ ദൈവാത്മാവിനോട് മത്സരിച്ച് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ഇരുട്ടിലേക്കും ബന്ധനത്തിലേക്കും കടന്നു പോകുവാൻ തക്കമാണ് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ നിലവിളി കേട്ട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ചില നിലവിളിക്ക് ഉത്തരം വരാൻ പോവുക. സ്വന്തം ഈ സഭ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതിന് ദൈവം ഉത്തരം തരാൻ പോവുകയാണ്. ദൈവാത്മാവ് പറയുന്നു. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആത്മ പറയുന്നു, നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേകമായി വിടുതലിന് വേണ്ടി, ചില പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി
പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ ദാസിയെ ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം അത് കേട്ടിരിക്കുന്നു. അതിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽ നീ വിശ്വസിക്കുക. ആ നിലവിളിയുടെ മറുപടിയുമായിട്ട് ഇന്ന് ഇവിടുന്ന് പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ചില മറുപടികളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നു. ഓ നാശാന വിഖാനിയാസ അടാദനാദിയാനക ഹിബാനകാരകശസ്യ. യേശു ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിരുന്നു. അതേപോലെ യേശുവിന്റെ ശരീരമാകുന്ന സഭ ഉപവസിക്കുമ്പോൾ ആ ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാർ ഇറങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? എല്ലാരും വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ വചനം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. അവർ മറുപടിയുമായിട്ട് വരാൻ പോകുന്നത്. നിന്നെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി വരാൻ പോകുന്നത്. നിന്റെ കുറവിനെ പരിഹരിക്കുക, നിന്റെ ബലഹീനതയെ മാറ്റുക, നിന്റെ ക്ഷീണം മാറ്റുക, നിന്റെ തളർച്ച മാറ്റുക. എല്ലാവരും കരമൊന്ന് അടിച്ച് സ്തോത്രം ചെയ്തേ, കരമടിച്ച് സ്തോത്രം ചെയ്തേ. ആ ദൂതന്മാരുടെ ശുശ്രൂഷ ഇവിടെ വെളിപ്പെടട്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇത് ലൈവായി കാണുന്നവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുക. അന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശുവിന് വേണ്ടി, യേശുവിനെ ശുശ്രൂഷിക്കേണ്ടതിനായി ആ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവം അയച്ചുവെങ്കിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയും ദൈവം ദൂതന്മാരെ അയക്കും. സ്വത്രം 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 സ്വത്രം. ഇതൊക്കെ വിശ്വസിച്ചാലേ ഗുണമുള്ളൂ കേട്ടോ. സ്വത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നും വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ലെന്നാണ് ഇബ്രാഹിം പറയുന്നത്. അവ കേൾക്കുന്നത് വിശ്വാസമായിട്ട് എന്ത് ചെയ്യണം? പരിണമിക്കണം. സ്വതം കേട്ടതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ എവിടെ എത്തേണ്ടതാണ് അല്ലേ? കേട്ടത് വെച്ച് നോക്കിയാൽ ഒന്നും എത്തിയിട്ടില്ല. അതിന്റെ കാരണം കേട്ടതിന്റെ കുഴപ്പമല്ല, പറഞ്ഞതിന്റെ കുഴപ്പമല്ല. അത് വിശ്വാസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പരിണമിച്ചു വന്നില്ല. സ്വത്രം ചെയ്യും. അതാണ് കുഴപ്പം. സ്വത്രം ഇന്ന് അത് വിശ്വാസമായി പരിണമിക്കണം. സ്വത്രം ചെയ്യുന്നു. എന്നോട് പറഞ്ഞ സകല ദൈവത്തിന്റെ ആലോചനയും എന്റെ ജീവിതത്തിൽ നിവർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വെറുതെ നിൽക്കുകയല്ല, ദൈവം നിർത്തിയതാണ്. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നിന്നോട് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ അവന് കഴിയും. മനുഷ്യൻ വാക്ക് മാറ്റുന്നവനാ, പക്ഷേ ദൈവം വാക്ക് മാറ്റത്തില്ല. ഹല്ലേലൂയ. സ്വത്രം ചെയ്യുന്നു. ആരുടെ സ്വന്തം ദൈവം വാക്കല്ല മാറ്റുന്നത്. ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് വ്യക്തിയെ ദൈവം മാറ്റും. സ്വത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് നീ ആകത്തക്ക നിലയിൽ നിന്നെയാണ് അവൻ മാറ്റുന്നത്. സ്വത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവവചനേ ദൈവവചനത്തിനല്ല മാറ്റം വരുന്നത്, അത് നിലനിൽക്കുന്ന വചനമാണ്. എന്നാൽ ആ വചനം പ്രാപിക്കത്തക്ക നിലയിൽ എനിക്ക് നിനക്കുമാണ് മാറ്റം വരേണ്ടത്. സ്വതം ഈ ഉപവാസമൊക്കെ എന്തിനാ? ഇതിനു വേണ്ടി തന്നെയാണ്. ദൈവം പറഞ്ഞതിലേക്ക് നമ്മളെ കൊണ്ടുവരണം. സ്വതം സ്വതം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ വരണം. വരാതെ അത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ്തലോ പ്രൈസ്തലോ ഹല്ലേലൂയ. അപ്പോ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചു. ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കാനിടയായി. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ആ സാന്നിധ്യം അനുഭവിക്കണം. ചില മറുപടി നിശ്ചയമായിട്ടും ഉണ്ട്. പ്രാർത്ഥനയിൽ മറുപടി ഉണ്ട്. അങ്ങോട്ട് മാത്രം കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല, ഇങ്ങോട്ട് സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. സ്വത്രം സ്വത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യും? സ്വത്രം. ചോദിപ്പ് എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ചോദിച്ചാൽ കിട്ടും. എങ്ങനെ കിട്ടുന്നത്? അവിടെ നിന്ന് തന്നാലേ കിട്ടത്തുള്ളൂ. തരാതെ കിട്ടുമോ? ഇല്ല. അപ്പൊ ചോദിച്ചാൽ കിട്ടും. ദൈവത്തോട് ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം നിവർത്തീകരിക്കുക. ഇന്ന് പകർത്താൻ ദൈവം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങളിൽ ദൈവം ഇടപെടുകയാണ്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ഇന്ന് ഒരു മറുപടിയുമായി നീ ഇവിടെ എഴുന്നേറ്റ് പോകണം. സ്വന്തം ചെയ്യുന്നു. ആ നീലശക്തിരിക്കുന്ന കർത്താവിനോട് ദൈവാത്മ പറയുന്നു, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ഇന്ന് ചില ഇടപെടലുകൾ ദൈവം നടത്താൻ പോവുകയാണ്. ലജ്ജിച്ച്
പോകത്തക്ക നിലയിൽ ശത്രു വെല്ലുവിളിച്ച ചില വെല്ലുവിളികളെ തകർത്ത് വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ദൈവാത്മാവ് ആളിനെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് പറയുന്നു. സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പകൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നന്നായി അറിയുന്ന ദൈവം അത് നിവർത്തിപ്പാൻ സമയം വെച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചിലരുടെ വിടുതലിന്റെ പ്രാർത്ഥനയാണ്. സ്വന്തം ദൈവാസനെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്നതിലെ പ്രാർത്ഥന വിഷയങ്ങൾ മറുപടി ഈ ഉപവാസത്തിൽ തന്നെ വെളിപ്പെടും. സ്വന്തം അത് നിവർത്തീകരിക്കാൻ പോവുകയാണ്. അതിരുകളെ വിശാലമാക്കിക്കൊണ്ട് സ്വന്തം ഇസ്രായേൽ ജനത്തിന്റെ അതിരുകളെ യോശുവ മുഖാന്തര അവരോട് അലിച്ചത വാഗ്ദത്തങ്ങൾ അവന് വിഭാഗിച്ചു കൊടുത്തതുപോലെ ദൈവം ചിലത് കൈമാറി തരും. സ്വന്തം ചിലത് വിഭാഗിച്ച് തരാൻ പോകുക, ചിലത് കയ്യിലേക്ക് തരാൻ പോകുക. ശത്രു തരത്തില്ല. ഇത് എന്റെ അവകാശമാണ്, ഇത് ഞങ്ങളുടേതാണ്, വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്, ഞങ്ങളിത് വിട്ടുതരത്തില്ലെന്ന് വാദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ജാതികളെ നീക്കിക്കളഞ്ഞ് നടും. ഞാൻ നിങ്ങളോട് പറയാൻ നിവർത്തീകരിക്കുക. എത്ര വർഷങ്ങളായിട്ട് ഉണ്ടെങ്കിൽ അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്നവകൾ ദൈവങ്ങളെ നീ ഭാരപ്പെടുന്ന ദൈവം പറയുന്നു, വർഷങ്ങളായി നിൽക്കുന്നതാണെങ്കിലും ദൈവം മാറ്റണം. ദൈവം മാറ്റും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിൽ ഇന്ന് മാറ്റം വരണം. സ്വന്തം വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ സൗഖ്യമാകണം. വർഷങ്ങൾ പഴക്കമുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി വരണം. വർഷങ്ങൾ പഴക്കമുള്ള ചിലതിനെ ഇന്ന് ഈ ഉപവാസത്തിൽ ദൈവം തൊടുകയാണ്. നിങ്ങൾ സ്വന്തം ചെയ്തോ. ആ തലയ്ക്ക് കൈവച്ച് തുണിതിരിക്കുന്ന നീല സാരി ഉടുത്തിരിക്കുന്ന സൗരിയോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയത്തിന് ഇന്ന് ദൈവം ഇടപെടാൻ പോവുകയാണ്. വെല്ലുവിളിക്കുന്നതിന് വെല്ലുവിളിക്കുന്ന ജീവിതത്തിനെതിരെ ഉണ്ട്. ആ നിരാശപ്പെടുന്നതിന് തലമുറ വിഷയത്തിന് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണെന്ന് ദൈവം ദൂത് പറയുന്നു. അതിനുവേണ്ടിയാണ് നീ ഉപവസിക്കുന്നത്, അതിനുവേണ്ടിയാണ് നീ കരയുന്നത്. അതിനെ ഇന്ന് കർത്താവ് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ദൈവം ദൂത് പറയുന്നു. ആ ഇന്നുവരെ എത്ര പേരാ ദൈവത്തെ വിശ്വസിക്കുന്നു? അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് യേശുവിന്റെ നാമത്തിലൂടെ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. അത് ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജനിക്കുകയില്ല എന്നുള്ള വചനപ്രകാരം എല്ലാ പാതാള ഗോപുര ശക്തിയുടെ മേലും യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകൾ ഇന്ന് ദൈവാത്മാവ് അഴിക്കുകയാണ്. നിന്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, നിന്റെ ശരീരത്തിലായിക്കൊള്ളട്ടെ, നിന്റെ തലമുറയിലായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് പകൽക്കാല പരിശുദ്ധങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിൽ ഇരിക്കത്തില്ല. ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരുന്ന വർഷങ്ങളായി നീ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വർഷങ്ങളായിട്ട് ഒരു ഭവനം പണിയാൻ കാത്തിരിക്കുക. സ്വതന്ത്രം. എത്ര നാളായി കർത്താവേ ഒരു ഭവനം ചമയ്ക്കാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം ആദ്യമേൽ ഒരു പ്രവർത്തി ചെയ്യാൻ പോവുകയാണ്. വർഷങ്ങളായി ചിലത് ചെയ്തെടുക്കുവാൻ, ചിലത് പണിതെടുക്കുവാൻ, ചിലത് ആരംഭിക്കുവാൻ നിന്റെ ദർശനത്തിനൊത്തമാണ്. അത് നീ കാത്തിരുന്നിട്ട് നിനക്കത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമയത്ത് നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അതിന്മേൽ ഇടപെടുകയാണ്. ദൈവം അതിന്മേൽ പ്രവർത്തിക്കുകയാണ്. വർഷങ്ങളായി നടക്കാത്ത ചില കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവം സാധ്യമാക്കി തരാൻ പോവുകയാണെന്ന് ഈ വചനത്തിൽ കൂടെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും അസാധ്യമാണ്. ഹല്ലേലൂയ. ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പോലും അസാധ്യമാണ്. തൊട്ടടുത്തുണ്ടെ പോലും വരാൻ പറ്റത്തില്ല. സ്തോത്രം. സ്തോത്രം. പലർക്കും പലതും അസാധ്യമായിട്ടിരിക്കുമ്പോ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരുവന്റെ മുമ്പിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്തോത്രം ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിലിങ്ങനെ പറഞ്ഞത്, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന്
ഹല്ലേലൂയ. അവനോട് നിലവിളിക്കുക, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. കുഷ്ഠരോഗിയെ അന്നത്തെ കാലത്ത് മരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ മരുന്നില്ലാത്ത രോഗം പിടിപെട്ടാൽ പിന്നെ മരണമാണ് മുന്നിലുള്ളത്. സ്തോത്രം. മരുന്നുണ്ടെങ്കിലല്ലേ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നത് യേശുവിനെ തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് വന്നത്, നീ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കുറവുകൾ ഉള്ളവരാണ്, പക്ഷെ കുറവുകളെ പരിഹരിക്കാൻ കഴിയുന്നതിന്റെ അടുക്കലാണ് വന്നേക്കുന്നത്. നമുക്ക് കുറവുണ്ടെന്ന് വെച്ച് കർത്താവിന്റെ പ്രവൃത്തിക്ക് മാറ്റം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അല്ല എന്ന് വെച്ചാൽ കുറവ് അംഗീകരിക്കുമെന്നല്ല വന്നതിന്റെ അർത്ഥം. സ്തോത്രം. കുറവുമായിട്ട് നീ വന്നെങ്കിൽ ആ കുറവോടുകൂടെ നിന്നെ വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അബ്രഹാമിന്റെ ഭാര്യ മച്ചിയായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം അബ്രഹാമോട് വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആ കുറവോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ വാഗ്ദത്തം കേട്ടവരുടെ ജീവിതത്തിൽ ദൈവം ഒരു സന്ദർശനം അയച്ചപ്പോൾ ദൈവം അവരോട് അതിച്ച് നിവർത്തിച്ചു കൊടുക്കുന്ന പോലെ ഇന്ന് പരിശുദ്ധമ പറയുന്നു, നിന്റെ കുറവുകളെ പരിഹരിച്ച് സ്വന്തം ചെയ്യുന്നു, നിന്നോട് പറഞ്ഞത് നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവത്തെ ഞാനും നീ സേവിക്കുന്നത്. ഇന്ന് അവനെ മഹത്വപ്പെടുത്തിക്കേ. ദൈവാത്മ പറയുന്നു, വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, അതിന്റെ കുറവുകളെ പരിഹരിച്ച് അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിന്റെ കുറവുകളെ പരിഹരിച്ച് ദൈവം തന്റെ ആലോചന നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സഖറിയാവ്, യോഹന്നാൻ സ്നാപകന്റെ പിതാവ്, ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞത് മറ്റൊന്നല്ല, ഇതെന്തോന്നാൽ നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് നിനക്കൊരു മകനെ പ്രസവിച്ചു തരുമെന്ന് വ്യക്തമായി മാനുഷിക ഇടപെടൽ കൂടാതെ നേരിട്ട് ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ പോലും വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം തന്റെ ജീവിതത്തിലെ ബലഹീനതകളും കുറവുകളുമാണ് താൻ കണ്ടത്. എന്നാൽ അതുകൂടെ പരിഹരിച്ച് തന്നോട് പറഞ്ഞ് നിവർത്തിക്കാൻ കഴിയുന്നവരാണ് എന്നോട് സംസാരിച്ചതെന്നുള്ള ഒരു വിശ്വാസം ആ മനുഷ്യൻ ഇല്ലാതെ പോയി. പക്ഷേ അവന്റെ ഭാര്യയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും ഒരാളെങ്കിലും വിശ്വസിക്കാൻ ഇവിടെ ഉണ്ടോ? ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെട്ടു വരിക. മച്ചി എന്ന് പറഞ്ഞു വന്നവർക്ക് ഇത് 6-ാം മാസമെന്ന് അതേ ദൈവത്തിന്റെ ദൂതനെ കൊണ്ട് മറിയോട് ദൈവം പറയിച്ചെങ്കിൽ നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് നിവർത്തിച്ച് സാക്ഷീകരിക്കുവാനൊക്കെ വേണം. ദൈവം ശക്തനായ ദൈവമാണ്. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇറങ്ങി വരുമ്പോൾ അനേക ഡെലിവറൻസുകൾ നടക്കും. സ്തോത്രം ചെയ്യുന്നു. അതാണ് ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടേണ്ടത്. കുറവുകൾ ഉള്ളവരാണ് നാം എല്ലാവരും എങ്കിലും ദൈവസന്നിധി കടന്നു വരുമ്പോൾ ദൈവവചനം കേട്ട് നാം ശുദ്ധീകരിക്കപ്പെടും. സ്തോത്രം ദൈവം. ഹല്ലേലൂയ. ദൈവത്തിനെ വിശ്വസിച്ച് ഏറ്റെടുത്ത് അനുസരിക്കുമ്പോൾ നമുക്ക് ആ കുറവുകൾക്ക് പരിഹാരം വരും. അപ്രകാരമാണ് ആ വിടുതൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. അല്ലാതെ ഭാവിയാണ് അല്ല കുറവുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല. കുഷ്ഠരോഗിയായ മനുഷ്യൻ അവൻ മാറി നിന്നില്ല. കാരണം യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് യേശുവിനോട് അവൻ ചോദിച്ചത്, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നീ എന്നെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് ഉറപ്പാ, പക്ഷേ നിനക്ക് മനസ്സുണ്ടെങ്കിലേ എന്നെ തൊടാൻ പറ്റത്തുള്ളൂ. സ്വന്തം യേശുവിന് എത്രമാത്രം മനസ്സുണ്ട്. യേശുവിനെ തൊട്ടിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ അത്ഭുത വിടുതൽ. മരുന്നില്ല എന്ന് പറഞ്ഞ ആ രോഗത്തിന്മേൽ വിടുതൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ അസാധ്യമെന്ന് പറഞ്ഞ നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക എത്രമാത്രം കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മൗനമായി ഇരിക്കാതെ നീ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്ത് അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. ദൈവത്തെ ആരാധിക്കുന്ന സഭയിൽ അത്ഭുതങ്ങൾ നടക്കണം. ദൈവത്തെ സേവിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. അവന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടണം, അവന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടണം, അവന്റെ സഭയിൽ അത് വെളിപ്പെടണം. ഇന്ന് അവന്റെ ദേശത്ത് വെളിപ്പെടണം. എത്ര വിശ്വസിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ അസാധ്യമായി ഒന്നുമില്ല. സ്വന്തം മടങ്ങിയിരിക്കുകയാണ്. വായിച്ച പല ഭാഗത്തേക്ക് തന്നെ
പറഞ്ഞവരാണ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയാണ്. എന്താ പറയും? ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. ഈ പേര് രണ്ടും ദൈവസഭയ്ക്ക് പരിചയമുണ്ട്. ഇന്നും ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മത്തെ വേർതിരിക്കാൻ പോവാം. ഒരു കൃപ എന്റെ മേൽ പകരണം, ഒരു നിറവ് എനിക്ക് വേണം, ഒരു കൃപ ദൈവജനത്തിന്മേൽ ഇന്ന് പകർത്തി ഒരു അഭിഷേകത്തെ പകരാൻ പോവുകയാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ എനിക്കൊരു മുന്നേറ്റം ആവശ്യമുണ്ട്. അടുത്തൊരു തലത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. ആത്മാവിനൊരു മുന്നേറ്റം എനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവിനെ സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, കർത്താവ് നിന്നെ അഭിഷേകത്തെ പുറത്തെടുക്കാൻ പോവുകയാണ്. ആത്മാവ് നിന്നെ കടന്നു വരുന്നത് നിന്നെ വേർതിരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് വേർതിരിക്കുന്നത്? തന്റെ ആത്മാവിനെ പകർന്നാണ് അവൻ നിന്നെ വേർതിരിക്കുന്നത്. തന്റെ അഭിഷേകത്തെ പകർന്നാണ് അവൻ നിന്നെ വേർതിരിക്കുന്നത്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ മേൽ ഇന്ന് വരെ ആത്മ പകർച്ച നടക്കണം. ഹല്ലേലൂയ. ഞാൻ അത് ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഈ വചനത്തിൽ അപ്രകാരം തന്നെ വേർതിരിച്ച് ദൈവാത്മാവ് ചിലരെ വേർതിരിച്ച് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ഈ അഭിഷേകത്തിന് വേണ്ടി പതിക്കുന്നുണ്ട്? എത്ര പേർ ദാഹിക്കുന്നുണ്ട്? ഒരാത്മ പകർച്ച നിശ്ചയമായിട്ട് ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരേണ്ടതുണ്ട്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത വലിയൊരു ആത്മ പ്രവാഹത്തിലേക്ക് ദൈവത്തിന്റെ സഭയെ ഇറക്കിക്കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഈ വചനത്തിൽ ഒഴുകണം. സ്വത്രം ജീവജലത്തിന്റെ നദി ഒഴുകണം. എവിടുന്ന ഒഴുകുന്നത്? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ എവിടുന്ന ഒഴുകുന്നത്? വിശ്വസിക്കുന്നതിനോട്. സ്വത്രം ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്നാണ് ഇത് ഒഴുകേണ്ടത്. സ്വത്രം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം തന്നെയാണ്. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. സ്വത്രം ഈ പൗലോസും ബർന്നബാസും ആരായിരുന്നു? അവർ പ്രവാചകന്മാരായിരുന്നു. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ അവരാരായിരുന്നു? അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്നു. ആ വാക്യത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, ഖുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരായിരുന്നു? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. സ്വത്രം പ്രവാചകന്മാരായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. ഉപദേഷ്ടാക്കന്മാരായിരുന്നു. സ്വത്രം ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. ഹല്ലേലൂയ. ഒരു കൃപ പ്രാപിച്ചാൽ, ഒരു അഭിഷേകം പ്രാപിച്ചാൽ, ഒരു വെളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രവചന ദൂത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടാണ് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അതിലേക്ക് നയിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മാവിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി ഏലീശ ആഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ ഉള്ളത്തിൽ ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ട്? ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന പരമമായ വിളിയിലേക്ക് ഒന്ന് കയറി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതിയുടെ ആഴത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്ന് ഒരു അഭിഷേകത്തെ ദൈവം പകരാൻ പോവുകയാണ്. സ്വത്രം ചെയ്യുന്നു. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതെന്ന് അവിടെ പറയുന്നില്ല. അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. സ്വത്രം നമ്മുടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ തന്നെ അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് അവിടെ പറയുന്നില്ല. സ്വതം അവരുടെ വ്യക്തിപരമായ വിഷയം കാണും, സഭയുടെ വിഷയം കാണും, പല കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കാം. അവരുടേതായ ആവശ്യങ്ങൾ, അവർ ചില ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും ഉപവാസം ആരംഭിച്ചത്. സ്തോത്രം സ്തോത്രം. പക്ഷേ ഉപവാസത്തിന്റെ മധ്യത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ സ്തോത്രം അവിടെ ഇങ്ങനെ കാണുന്നു, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ
അന്ന് വരെ ആ സമയം വരെ അവരെന്തിനു വേണ്ടി ഉപവസിച്ചോ ആ വിഷയത്തിന് വേണ്ടിയല്ല പിന്നെ ഉപവസിച്ചത്, ദൈവം പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഉപവസിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല വിഷയങ്ങളിൽ ദൈവത്തിന് ഉപവസിച്ച് തുടങ്ങുമ്പോൾ ദൈവാത്മാവ് നാം ചോദിക്കാത്ത, അല്ലെങ്കിൽ നാം ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയത്തെ അല്ലാത്ത കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. സ്വതം അതാണ് ആ ഉപവാസത്തിൽ നിന്നെ കൊണ്ടിരുത്തിയതിന് പിന്നെ ദൈവത്തിന്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതിന് വിടുതൽ നടക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? സ്വതം നമ്മൾ ഉപവസിച്ച് തുടങ്ങിയ വിഷയത്തെ ആയിരിക്കത്തില്ല പൂർത്തീകരിക്കുന്നത്. സ്വതം പൂർത്തീകരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്വപ്നം ചെയ്യുന്നു. നീ ഉപവാസത്തിൽ തുടങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷേ നീ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദൈവ പദ്ധതിയുമായി നീ പുറത്തു വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടവുമായി നീ പുറത്തു വരാൻ പോവുകയാണ്. ദൈവത്തിന് എന്തിനു വേണ്ടി വിളിച്ചോ, നീ എന്തിനു വേണ്ടി ദൈവത്തിന് വേർതിരിച്ചോ, അതുമായി നീ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഇന്നവർ ഉപവസിക്കുന്നവരോട് വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. കർത്താവ് നിന്നോട് ഇടപെട്ട വിഷയത്തിന്മേൽ ഇന്ന് പകൽ നീ മുറുകെ പിടിച്ചുകൊണ്ടത് അതിന്മേൽ അവൻ പ്രവർത്തിക്കും. ഉപവസിച്ച് തുടങ്ങിയ വിഷയം ഏതാണെന്ന് അറിയത്തില്ല, പക്ഷേ ഉപവസിച്ച് തീർത്ത വിഷയം വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുക. സ്വതം സ്വതം. അപ്പൊ നമ്മളോടാണ് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ നമ്മൾ പറയും പോ സാത്താൻ എന്ന് പറയല്ലേ. സ്വതം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇതുവരെ ദൈവം ചെയ്തിട്ടില്ല, ഒന്ന് ഇടപെട്ടിട്ട് പോലും ഇല്ല, അന്നേരമാ ദൂതുമായിട്ട് വന്നേക്കുക. സ്വതം സ്വതം. ദൈവത്തിന്റെ ഇഷ്ടമാണ് വെളിപ്പെട്ട് വരേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഒരു കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഒരു സഭയിലായിക്കൊള്ളട്ടെ, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അവൻ ദൈവസഭയിൽ മുട്ടുമടക്കുമ്പോൾ അവൻ ഏത് വിഷയമായി ദൈവസഭയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം, ദൈവം എന്തിനു വേണ്ടി അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത മറഞ്ഞു കിടക്കുന്ന ദൈവ പ്രവൃത്തിയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു വലിയ ചേഞ്ച് വരാൻ പോവുകയാണ്, വലിയ മാറ്റം വരാൻ പോവുകയാണ്. നീ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ദൈവം കാര്യങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. നീ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ചെറുതാണ്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം ചെറുതാണ്. വലിയ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കേട്ടിട്ടാൽ വലിയ സന്തോഷമില്ലെന്നോ? ദൈവാത്മാവിടപെടുന്നതായിരുന്നു പറയുന്നത്. നീ ചെറിയ വിഷയമായി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പദ്ധതിയുമായി ദൈവാത്മാവിന്റെ അടുക്കലേക്ക് വരികയാണ്. നീ ചെറിയ വിഷയമായി ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പദ്ധതിയുമായി പരിശുദ്ധാത്മാവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. നീ അതിനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവ പദ്ധതിയിലേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കാതെ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടി മാറണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അനേക ദൈവ പദ്ധതികൾ ഉണ്ടെങ്കിലും ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിലും അത് നടക്കുവാൻ കഴിയാതെ നിന്നെ എവിടെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്, ഇന്ന് പകൽ അതിനെ പൊടിച്ചുകൊണ്ട് ദൈവ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സ്വതം. മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് ദൂത് പറയുമ്പോൾ അവളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ കേട്ട ദൂത് അവൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കാത്തൊരു ദൂതാണ്. പക്ഷേ അവസാനം മറിയ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വാക്കുപോലെ ഇതാ ഞാൻ നിന്റെ ദാസിയാണ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് സമർപ്പിക്കാൻ പറ്റും? ഈ 17 ദിവസം നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ ചരിത്രം മാറാൻ പോവുകയാണ്. നിന്റെ ആത്മീയ ലെവൽ മാറാൻ പോവുകയാണ്. നിന്റെ ലെവൽ മാറ്റുന്ന ഒരു കൃപ ഈ പദ ദൈവത്തിന്റെ മേൽ കൈമാറും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആത്മാവ് ശക്തമായി ഇടപെടുന്നു, ആത്മാവ് ശക്തമായി ചലിക്കുന്നു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശക്തമായ ഒരു ചലന ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. ആത്മാവിന്റെ പദ്ധതിയിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ച് ആ ഇരട്ടി ബലത്തോടുകൂടെ ദൈവത്തിനെ ഓടിച്ച് കയറ്റാൻ പോവുകയാണ്. കാലാളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ എങ്ങനെ കുതിരപ്പടയോട് മത്സരിച്ചോട്, കുതിരപ്പടയോടുകൂടി ഓടാൻ വേണ്ടിയാണ് ദൈവത്തിനെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് പകൽക്കാല ഈ വീട് കാലാൾ പടയോടുകൂടെ നടക്കാതെ നീ കുതിരപ്പടയിലേക്ക്
യഹൂദ ഗൃഹമായ തന്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ ദൈവം സന്ദർശിച്ച് അവരെ പടയിലൊരു മനോഹര തുരങ്കമാക്കി മാറ്റുമല്ല സക്കറിയ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. കുതിരപ്പടയോട് മത്സരിച്ച് ഓടത്തക്ക നിലയിൽ ഒരു ദൈവിക സന്ദർശന, ഒരു അഭിഷേകത്തിന്റെ പകർച്ച, ദൈവശക്തിയുടെ വ്യാപാരം ദൈവജനത്തിൽ പകരപ്പെടുമ്പോൾ അവർ പോലും അറിയാതെ ആത്മാവ് അവരെ എന്ത് ചെയ്യുകയാണ്? ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്താ തെളിവ്? ഏലിയ ഉപവസിച്ചു. മഴയ്ക്ക് വേണ്ടിയാണ് ഉപവസിച്ചത്, മഴയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. മഴ പെയ്തു എന്നുള്ളത് ശരിയാ, പക്ഷേ തനിക്ക് മുമ്പ് ഓടിപ്പോകുന്ന ഫറവോന്റെ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകളുണ്ട്. പക്ഷേ ആ കുതിരയുടെ മുന്നിൽ ഓടിക്കയറത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിന്റെ മേൽ വന്ന് അവനെ പുറപ്പെടുവിച്ചുവെങ്കിൽ അതേ പുറപ്പാട് ദൈവം വേല ചെയ്യുന്ന നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. കർത്താവിനോട് തിരഞ്ഞെടുത്ത നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ദൈവം നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ നീ പുറകെ കിടക്കാനുള്ളതല്ല. ചില ആഹാബമാരെ വെട്ടി മാറ്റിക്കൊണ്ട് ദൈവം അതിനെ മുന്നോട്ട് കയറ്റട്ടെ, മുന്നോട്ട് കയറട്ടെ, മുന്നോട്ട് കയറുക, മുന്നോട്ട് കയറുക, നീ കയറുക, നീ കയറുക. ആത്മാവിനെ പുറത്തു കൊണ്ടുവരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ചിലരെ അഭിഷേകം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു, ചിലരെ നിറച്ചു കഴിഞ്ഞു. ആത്മാവിൽ ഒരു മുന്നേറ്റത്തിനായി ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥന മധ്യത്തിൽ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അവൻ ഓടി കയറി. അതിവേഗത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നടന്ന് ഏലിയ ഓടുക. അവൻ ഓടി എന്ത് ചെയ്തു? കുതിരയുടെ മുന്നിൽ ഓടി കയറി. ഇന്ന് നീ പിന്നിലായി പോയോ? നീ പുറകിലാണോ നിൽക്കുന്നത്? നിനക്ക് പല നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞോ? നിനക്ക് നിന്റെ ഓട്ടം തളർന്നു പോയോ? നീ ക്ഷീണിച്ചു പോയോ? നീ മടുത്തു പോയോ? ഇന്ന് ആത്മാവിൽ നിറയെ, ആത്മാവ് നിന്നെ നിറച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് മുന്നേറ്റം? മുന്നിൽ കയറി ഓടിയേ പറ്റൂ. ഇങ്ങനൊന്നും പോയാൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ എങ്ങും എത്തത്തില്ല. പലരും മുന്നിൽ ഓടിക്കയറി പോകുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ട് മുന്നിലാണ് ദൈവം അതിനെ ഓടിച്ചു കൊണ്ടുപോകാൻ പോകുന്നത്. ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ഇത് വ്യക്തിപരമായി ദൂതായിട്ട് പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കട്ടെ. അല്ലെ, ആത്മാവ് വ്യക്തമായി പറയുന്നു. കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ ആ ആള് മാറിയതുപോലെ ദൈവത്തിനെ ആക്കി തീർക്കുക. ആ ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോ അവൻ ആള് മാറിയതുപോലെ ആയി. അവൻ പ്രവചിച്ചു തുടങ്ങി. അങ്ങനെ കൃപാവരങ്ങൾ വെളിപ്പെടുത്തക്ക നിലയിലുള്ള ഒരു അഭിഷേകത്തെ ദൈവാത്മാവ് നിന്റെ മേൽ കൈമാറട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ശക്തിയോടെ ആത്മാവിനെ സ്തോത്രം ചെയ്ത് ഇപ്പോൾ ആ കൃപാവരങ്ങൾ ജ്വലിക്കത്തക്ക നിലയിൽ, തരം മാറത്തക്ക നിലയിൽ, നിലവാരം മാറത്തക്ക നിലയിൽ ഒരു അഭിഷേകത്തിന് പകർച്ച ഈ ദൈവജനത്തിന്, ഈ ദൈവസഭയുടെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ദൈവത്തോട് പ്രതികരിക്കാൻ എത്ര പേരുണ്ട്? നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ തലം മാറുകയാണ്. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തമായ ഒരു പകർച്ച ഈ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. ദൈവം വേർതിരിക്കുന്ന ദൈവമാണ്, ദൈവം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്, ദൈവം അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് ഒരു അഭിഷേകത്തിന്റെ ശക്തിയാൽ യുഗങ്ങളെ തകർത്തുകൊണ്ട് ആ ദൈവത്തിനെ ഓടിക്കാൻ പോകുകയാണ്. 7 ദിവസം ഉപവസിച്ച ക്ഷീണിച്ചിരിക്കുന്ന, ശാരീരികമായി ബലമില്ലാതിരിക്കുന്ന ഏലിയാവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ ആളിനെ സ്വന്തം ചെയ്യുന്നു. ആ ദേശത്തിലെ ഏറ്റവും വലിയ ശക്തിയായ കുതിരശക്തിയുടെ മുന്നിൽ ഓടി കയറിയെങ്കിൽ ഈ ദേശത്ത് വാഴുന്ന ചില ഇരുട്ടിന്റെ ശക്തികളുടെ മുന്നിൽ ഓടി കയറത്തക്ക നിലയിൽ ഇന്ന് പകൽ ദൈവാത്മാവിനെ നിറയ്ക്കട്ടെ, 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 നിറയ്ക്കട്ടെ. ആ തുറന്ന് അന്യഭാഷ ലഭിച്ചിട്ടുള്ളവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ആത്മാവിന്റെ സ്തോത്രം ചെയ്തേ. ആ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ആ തിരുവെട്ട് പറയുന്നത് പോലെ ആ ജീവജലത്തിന് നന്ദി ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ആത്മാവ് കാണുന്നുള്ളത് ഒരു വലിയ ഒഴുക്ക് വരുന്നു. യോർദാൻ കുത്തി ഒഴുകി വരുമ്പോൾ അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിൽ ആത്മാവിന്റെ നദി നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആർക്കും തടയുവാൻ കഴിയാത്ത വിധത്തിൽ ആത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ, നിറവ് എടുപ്പെടട്ടെ.
മകന അത്തരം കെട്ടുകൾ പൊട്ടട്ടെ, പോരുകൾ അഴിയപ്പെടട്ടെ, നാവിന്റെ ബന്ധങ്ങൾ അഴിയട്ടെ, കൈകാലിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, കൃപ ഏറ്റെടുക്കുവാൻ കഴിയാതെ, അഭിഷേകം ഏറ്റെടുക്കുവാൻ കഴിയാതെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടിമാറട്ടെ. ചങ്ങലകൾ പൊട്ടി മാറുന്നത് പോലെ ദൈവത്തിൽ പൊട്ടിക്കണം, പൊട്ടിക്കണം. ജനാധിപത്യ ശുശ്രൂഷയിൽ വലിയൊരു മുന്നേറ്റം ദൈവം തരികയാണ്. ഇതുവരെ ശുശ്രൂഷിച്ച പോലല്ല നീ ശുശ്രൂഷിക്കാൻ പോകുന്നത്, ഇതുവരെ സംസാരിച്ച പോലല്ല നീ സംസാരിക്കാൻ പോകുന്നത്, ഇതുവരെ പ്രസംഗിക്കുന്ന പോലല്ല നീ പ്രസംഗിക്കാൻ പോകുന്നത്. ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിന്റെ ശക്തിയോടെ ശത്രുവിന്റെ വെല്ലുവിളികളെ തകർത്ത് മുന്നേറുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങൾ കൈമാറുന്നു. അത് പ്രാപിക്കുക, അത് പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ആത്മശക്തിയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. പെന്തക്കോസ്ത് നാളിൽ ദൈവാത്മാവ് സഭയുടെ മേൽ വന്നപ്പോൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങിയത് പോലെ ഇന്നും ദൈവാത്മാവ് വരുമ്പോൾ അത് ആദ്യമായിട്ട് വരുമ്പോൾ മാത്രമല്ല, എപ്പം വന്നാലും അന്യഭാഷ പറയും. സ്വതം സ്വതം അഭിഷിക്തനെ ശുശ്രൂഷയിൽ വലിയൊരു മുന്നേറ്റം ദൈവം തരാൻ പോവുകയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആത്മീയ ശുശ്രൂഷകൾ ചെയ്യത്തക്ക നിലയിൽ അസാധാരണമായ ഒരു അഭിഷേകത്തോടെ, ഈ അഭിഷേകത്തോടുകൂടെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി ഈ ദേശത്ത് കൊണ്ടുവന്നു ആ പദ്ധതി നിവർത്തീകരിക്കത്തക്ക നിലയിൽ ആത്മാവ് ശക്തീകരിച്ചുകൊണ്ട് ആത്മാവിന് വലിയൊരു ഓട്ട മുന്നിൽ ദൈവാത്മാവ് പറയുന്നു. നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഒരു വലിയ യാത്രയ്ക്കായി, ആത്മാവിലുള്ള യാത്രയ്ക്കായി, ഒരു പുറപ്പാടിനായി ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ മരുഭൂമിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇനി മരുഭൂമി കിടക്കണ്ട കേട്ടോ. സ്വന്തം ചെയ്യുന്നു ദൈവത്തിൻദാസനെ, ഇനി മരുഭൂമി കിടക്കണ്ട. ആത്മാവ് നിന്നെ പൊക്കിയെടുക്കുകയാണ്, ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നീ ഒതുങ്ങി പോകാൻ സമ്മതിക്കത്തില്ല, നീ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ആത്മാവ് ഇറങ്ങി വന്നത് നീ ഇരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്നെ അഭിഷേകം ചെയ്ത് ഒരു പുതിയ യുദ്ധത്തിന് വേണ്ടി, ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇന്ന് പകല് ദൈവാത്മാവ് സഭയിലേക്ക് അതിനു വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. എലിയാവേ, മരുഭൂമിയിൽ കിടക്കണ്ട, നിനക്ക് ദൂരയാത്രയുണ്ട്, നിനക്ക് ഇനി പലം ചെയ്യാനുണ്ട്, അനേകരെ നീ അഭിഷേകം ചെയ്യുവാനുണ്ട്, അനേകരെ വേർതിരിക്കുവാനുണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ പോലും കടന്നു ചെന്ന് ശുശ്രൂഷ ചെയ്യുവാൻ നിനക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നീ എന്തിനാ മരുഭൂമിയിൽ കിടക്കുന്നത്? എന്നാൽ മരുഭൂമിയിൽ പുറത്തു വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ അയച്ചിട്ടില്ല നിന്നെ മരുഭൂമിയിലേക്ക്, ഞാനല്ല നിന്നെ മരുഭൂമിയിലേക്ക് അയച്ചത്, നീ തന്നെ പോയതാണ്, നീ തന്നെ തിരിച്ചു വരണം. സ്വതം സ്വതം കർത്താവ് പറഞ്ഞ മരുഭൂമിയിൽ പോകാൻ ഇസ്രായേലിന്റെ വെല്ലുവിളി കേട്ട് പോയതല്ലേ? സ്വതം പലരുടെയും വാക്ക് കേട്ട് നീ മാറിപ്പോയ വഴിയിലേക്ക്, ദൈവത്തിന്റെ പദ്ധതി നകന്നുപോയ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ദൈവസഭയോട് സംസാരിക്കുന്നു. പലരും പലതും പറയും, പിശാച് പലരെ ഉപയോഗിക്കും. പക്ഷെ ആ വാക്കിനല്ല ചെവി കൊടുക്കേണ്ടത്. കിരീടത്തോടെ പോയിരിക്കാൻ പറഞ്ഞപ്പോ അത് ആരുടെ വാക്കായിരുന്നു? കർത്താവിന്റെ വാക്കാണ്. തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ഉടനെ ദൈവം ഇറങ്ങി വന്നില്ലേ? നിന്നെ കൈവിട്ടോ? ഈ കൊറോണ കാലഘട്ടത്തിൽ ശൂന്യതകളൊക്കെ നിന്റെ മുമ്പ് വന്നപ്പോഴും തക്ക സമയത്ത് വേണ്ടത് നിന്റെ മുമ്പിൽ തന്ന് ഇതുവരെ നിന്നെ നടത്തിയവൻ ഇതുവരെ നിന്നോട് ചോദിക്കുകയാണ്, എന്തൊരു മരുഭൂമിയിൽ കിടക്കുന്നു, എന്തൊരു മരുഭൂമിയിലേക്ക് കടന്നുപോയി? വ്യക്തമായി ദൈവം ചോദിക്കുന്നു. ആത്മാവ് ഇടപെടുകയാണ്. അന്ന് അന്ത്യോക്യ സഭയിൽ ആത്മാവ് ഇറങ്ങി വന്ന് സംസാരിച്ചതുപോലെ ഇന്ന് ഈ സഭയിൽ ഇറങ്ങി വന്ന ദൈവാത്മാവ് ഇതാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തിനു മരുഭൂമിയിലേക്ക് പോയി? നീ മടങ്ങി വാ. ഹല്ലേലൂയ. നീ എഴുന്നേൽക്ക. നിന്റെ ഉറക്കം മാറട്ടെ, നിന്റെ മയക്കം മാറട്ടെ, നിന്റെ ക്ഷീണം മാറട്ടെ. കരമടിച്ച് സ്തോത്രം ചെയ്തേ. ആത്മാവ് ജീവിപ്പിക്കുകയാണ്. നാളെ നിന്റെ തളർച്ചയെ മാറ്റുന്ന, നിന്റെ ജീവൻ മടക്കി തരുന്ന, നിനക്ക് ഓടുവാനുള്ള ശക്തി തരുന്ന ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തളർച്ച മാറട്ടെ, ക്ഷീണാവസ്ഥ മാറട്ടെ. ആരാധിക്കാൻ
ഉറക്കി മയക്കി കെടുത്തിയ എല്ലാ മരുഭൂമിയുടെ ഭോജനങ്ങള് ഇപ്പോൾ അടിഞ്ഞു മാറി ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അഭിഷേകത്തെ ഇങ്ങനെ ദൈവത്തിന്റെ മേൽ കൈമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉദാമനക അഭിഗാനകത അരാജകന അധികാരകത ഉദാമനക ശക്തിയോടെ 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 ഈ ആരാധിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനെ കെട്ടുകളെ ദൈവം പൊട്ടിക്കുന്നു. അനുഭൂമിയുടെ ബന്ധനം അഴിക്കുന്നു. ഇതിനെ നിരാശപ്പെടുത്തിയ വിഷയത്തിന് ഇപ്പോൾ മറുപടി വരുന്നു. നിന്നെ അറിയിച്ച വിഷയത്തിന് മറുപടി വരുന്നു. നീ ഭാരപ്പെട്ട വിഷയത്തിന് മറുപടി വരുന്നു. നീ ഭയപ്പെട്ട വിഷയത്തിന് മറുപടി വരുന്നു. സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ 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 മുൻവിധികളെ മാറ്റിവെച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. വിചാരങ്ങളെ മാറ്റിവെച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ വർഗത്തിന്റെ മേൽ വെളിപ്പെടട്ടെ 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 വെളിപ്പെടട്ടെ. ചകര 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 രമല ചകര ദീഘ മൃഗ ദാന ദീപ ജീവന മാന ധീര ഹൈദവ രക്ഷ ധൂര ജീവൻ രക്ഷര ദാന ഹൈദ രക്ഷവനന്ദേ ദ്രവൻ ദാനവനന്ദ ദ്രവന രക്ഷര ഭാര ഹൈദ രക്ഷര വച്ചേ ദ്രവൻ ദാന ധീര ധീര ദീപ രജ ധീര ദ്രവന ദാനവ രക്ഷവ നാഗക നന്ദന ആരാധനെ പോലെ വഴിമാറ്റി വിട്ട അന്യായ ഭോലികൾ ഇന്നവർ അടിഞ്ഞു മാറുന്നു. ആരാധനയുടെ രീതി മാറ്റിവിട്ട ദൈവാത്മാവിന്റെ ആരാധനയുടെ കൂട്ടിനെ മാറ്റിയ ഐശാരിക ഭോലികൾ ദേശത്തിന്റെ ഭോലികൾ ജാതീയ ഭോലികൾ ഇന്നവർ അടിഞ്ഞു മാറി ദൈവജനത്തിന്റെ സ്വർഗീയ ആരാധന ആത്മീയ ആരാധന വെളിപ്പെടട്ടെ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ആരാധന വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം വെളിപ്പെടട്ടെ. ദൈവക്രമ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. ഭൂക്കൾ മാറ്റിവിട്ട സകല മേഖലയുടെ മേല് ഇപ്പോൾ ദൈവം വിടുതൽ തരികയാണ്. ശക്തിയോടെ എന്റെ ഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിച്ചോ. ആദരണീയ സഭന നികലക ഭൂമികൾ മാറുന്നു. ചരിത്രം വഴി മാറുന്നു. ജീവിതത്തിന്റെ ലെവൽ മാറുന്നു. എന്റെ പ്രാർത്ഥന ലെവൽ മാറുന്നു. എന്റെ ആരാധന ലെവൽ മാറുന്നു. എന്റെ ആത്മീയ ലെവൽ മാറുന്നു. ആദ്യ ദൈവാത്മാവ് മരുഭൂമിയിൽ നിന്നുള്ള ആ നിലവിളിയുടെ പ്രാർത്ഥനയല്ല, ആ അധികാരത്തോടു കൂടെയുള്ള കർമ്മേലിന്റെ പ്രാർത്ഥന വെളിപ്പെടുത്തക്ക നിലയിൽ ഇതിന്റെ റൂട്ട് മാറുകയാണ്. റൂട്ട് മാറുകയാണ്. മരുഭൂമിയിൽ വീണ്ടും പറയുകയാണ്. മരുഭൂമിയിൽ കടന്നുള്ള നിലവിളിയുടെ പ്രാർത്ഥനയല്ല, മറിച്ച് കർമ്മേലിന്റെ മുകളിലുള്ള അധികാരത്തിന്റെ പ്രാർത്ഥന അത് വെളിപ്പെടുത്തക്ക നിലയിലേക്ക് നിന്റെ റൂട്ടിനെ ദൈവാത്മാവ് തിരിക്കുകയാണ്. തിരിയട്ടെ 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 തിരിയട്ടെ. ആത്മാവ് തിരിക്കുകയാണ്. ആത്മാവിനെ തിരിക്കുകയാണ്. വർഷങ്ങളായി ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതി മാറട്ടെ. പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രാർത്ഥനയെ തടയുന്ന ഭോജനം അഴിയപ്പെടട്ടെ. പാരമ്പര്യ ബന്ധങ്ങൾ അഴിയട്ടെ. പാരമ്പര്യ കെട്ടുകൾ തൊട്ടട്ട് ദൈവാത്മാവിന്റെ നിറവ് വെളിപ്പെടട്ടെ. ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ നിറവേർന്നിരിക്കട്ടെ. ദൈവാത്മാവിന്റെ അസാധാരണമായ ദൈവ പകർച്ച യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് ഇപ്പോൾ വെളിപ്പെടട്ടെ വെളിപ്പെടട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പകർന്നതിനേക്കാൾ ഉപരിയായി ശക്തിയായ രാജപകർച്ച ദൈവസഭയുടെ ഇപ്പോൾ വെളിപ്പെടുക. ഇതിന്റെ റൂട്ട് മാറ്റിവിടുക. കർത്താവിനെ പ്രാപിച്ചതുമായിട്ട് നീ ഓടാൻ നോക്കിയ എഴുന്നേറ്റ് ആരാധിക്കണം. എഴുന്നേറ്റ് ആരാധന കുഴപ്പമൊന്നുമില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് അസാധാരണമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അടുത്തവന്റെ കൈവക്കത്തില്ല. പക്ഷേ ദൈവാത്മാവ് നിന്റെ മേൽ കൈവക്ക്. കർത്താവിന്റെ കട നിന്റെ മേൽ ഇറങ്ങുക. ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുക. ദൈവാത്മാവിന്റെ സാധ്യത നിന്റെ മേൽ ഇറങ്ങുക. ഉദാഹരണം നഗര 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 ഹരവ നവന നവന ഉടമ നവന നവന ഹരവ നവന നവന ഉടമ നവന നവനി ഉടമ നഗര ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ദൈവം നിന്റെ മേൽ വ്യാപരിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ആള് മാറട്ടെ. ആള് മാറിയതുപോലെ ആള് മാറിയതുപോലെ ആള് മാറിയതുപോലെ ഈ പഴയ ആളല്ല. മരുഭൂമി കിടന്നവനല്ല. മരുഭൂമി കിടന്നവനല്ല. മരുഭൂമി കിടന്നവനല്ല. ദൈവത്തിന് പ്രാപിച്ചവൻ, ദൈവത്തിന് കുടിച്ചവൻ, ദൈവത്തിന് ഭിന്നവൻ. ദൈവത്തിന് ഭിന്നവന്റെ ഓട്ടം ഓടാൻ പോകുക. ദൈവത്തിന് പ്രാപിച്ച് 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 കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കർത്താവ് പറയുക. കർത്താവ് തരിക. മരുഭൂമിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്
പകർന്നാണ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നാളുകളായില്ലേ നീ കിടക്കാൻ തുടങ്ങിയിട്ട്, കഷ്ടപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്, വല്ലാത്ത പ്രാർത്ഥനയുമായി, വല്ലാത്ത ആരാധനയുമായി, വല്ലാത്തൊരു രീതിയുമായി നീ തുടരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ. ഇന്ന് നിന്റെ സ്ഥിതി മാറുക, ഇന്ന് നിന്റെ അവസ്ഥ മാറുക, ഇന്ന് നിന്റെ അവസ്ഥ മാറുക, ഇന്ന് നിന്റെ സ്ഥിതി മാറുക. കാരണം ദൈവാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ആലയത്തിൽ ദൈവത്തിന്റെ പേര് തുടങ്ങിയപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്ന് വായിക്കുന്നത് പോലെ ആലയ സ്വന്തം ചെയ്യുന്നു. മാനുഷികമായി ശുശ്രൂഷകൾക്കപ്പുറത്ത് ദൈവാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ. സ്ഥിതികൾ മാറട്ടെ, അവസ്ഥകൾ മാറട്ടെ, മരുഭൂമിയുടെ എല്ലാ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഉയരത്തിൽ നിന്ന് ആത്മാവ് വരുമ്പോഴും തന്നെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ മരുഭൂമി മരുഭൂമിയായിട്ട് ഇരിക്കത്തില്ല. അതിന്റെ നിലവാരം മാറുകയാണ്, അത് ഉദ്യാനമായി തീരുക. പുതിയ ചിലത് നിന്നെ ജനിക്കുകയാണ്, പുതിയ ഉണവായി വരിക. ഇതുവരെ നിന്നെ ഉറക്കാത്തത്, ഇതുവരെ നിന്നെ തുറക്കാത്ത ഒരു പുതിയ ഉറവ ഇപ്പോൾ നിങ്ങൾ തുറക്കുന്നു. ഇതുവരെ നീ പറയാത്ത പുതിയ ഭാഷ നീ പറയുന്നു. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ആരുടെ ദർശനം നീ കാണുന്നു. ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത ദൈവ ശബ്ദം നീ കേൾക്കുന്നു. ഇതുവരെ പുറത്തു വരാത്തത്, ജനിച്ചു വരാത്തത്, ഉളവാകാത്തത് ഇന്ന് പകൽ നിന്നെ പുതുതായി ഒരു പുതിയ വീഞ്ഞിന്റെ പകർച്ച, ഒരു പുതിയ വീഞ്ഞ് ഇപ്പോൾ ദൈവാത്മാവ് നിന്നെ കൈമാറുന്നു. നീ അത് സ്വീകരിക്കുക, അത് കാണിക്കുക. പുതിയ വീഞ്ഞിന്റെ പകർച്ച, പുതിയ വീഞ്ഞിന്റെ പകർച്ച ഇപ്പോൾ ദൈവ ജനത്തിന്മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് പുതിയ വീഞ്ഞ് പകരുന്നു. എന്നോട് ഇടപെടിയ പുതിയ വീഞ്ഞ് പകരുന്നു. പുതിയ ശക്തി, പുതിയ നിറവ്, പുതിയ ഭാഷ, പുതിയ ആത്മാവ്, പുതിയ ബലം, പുതിയ ശക്തി ദൈവാത്മാവിനാൽ ഇപ്പോൾ നിന്റെ വെളിപ്പെടുന്നു. നീ ഇതുവരെ തിന്നിട്ടില്ലാത്ത ഭക്ഷണം, ഏരിയ വന്നവരെ തിന്നിട്ടില്ലാത്ത ഭക്ഷണം ഏരിയാവിന് ദൈവം കൊടുത്തു വയ്ക്കും. ഇപ്പോൾ നീ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത്, നീ ഇതുവരെ തിന്നിട്ടില്ലാത്തത് ദൈവാത്മാവ് നിന്നെ കൈമാറുകയാണ്. ഇപ്പോൾ വിശ്വാസിയായി ഇരുന്നുകൊണ്ട് വിശ്വാസത്താൽ നീ അവകാശമാകുക. ദൈവം നിനക്ക് തരുന്നതാണത്, കർത്താവ് നിനക്ക് വേണ്ടി തരുന്നതാണത്. ദൈവം നിന്റെ ദൂതനെ അയച്ച് ഏരിയാവ് കൊടുത്തതുപോലെ എന്നുള്ള ദൈവം ആത്മാവിനെ അയച്ച് നമ്മുടെ അത് പകരുക. നിന്റെ ശുശ്രൂഷയുടെ നിലവാരം മാറാൻ പോകുക. ആള് മാറിയതുപോലെ ദൈവം വാക്കിട്ടുണ്ട്. ദൈവം തന്ന വലിയ ദർശനമാണ്, അത് വിട്ടുകളയരുത്. നിന്നെ മുറുകെ പിടിച്ചുകൊള്ള ദൈവം ആലോചന പറയുന്നു. നിന്റെ കുടുംബക്കാരോ നിന്റെ ചാർച്ചക്കാരോ നിന്നെ അറിയുന്നവരാരും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വന്നതുപോലെ വെളിപ്പെട്ട് വന്ന് ആർക്കും അനുഭവം ഉണ്ടാകുമെന്ന് ദൈവം ദൂത് കൈമാറുന്നു. ഇറങ്ങിക്കഴിഞ്ഞു. ദൈവം ചലിച്ചു തുടങ്ങുകയാണ്. നിന്നെ നിറയ്ക്കുവാനാവുന്നത്, നിന്നെ തിരഞ്ഞെടുക്കുവാനാവുന്നത്, നിന്നെ വേർതിരിക്കുവാനാവുന്നത്, നിന്നെ അഭിഷേകം ചെയ്യാനാവുന്നത്. വെറുതെ വന്നതല്ല, ഇറങ്ങി വന്നത് പൗലോസിനെ ബന്ധമാക്കുകയും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ. ഇന്ന് സംഭവിക്കുക, ദൈവത്തെ വേർതിരിക്കുക, മനുഷ്യനല്ല വേർതിരിക്കുന്നത്. നീ ഒരുപക്ഷെ പ്രവാചകനായിരിക്കാം, നീ ഒരുപക്ഷെ ഉപദേഷ്ടാവായിരിക്കാം, നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവിന്റെ ആത്മാവ് നിന്നെ വേർതിരിക്കുക. ഒരുപക്ഷെ പറയുമ്പോൾ പഠിച്ചിട്ടില്ലായിരിക്കാം, ശരിയായി പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം, ബൈബിൾ മുഴുവൻ വായിച്ചിട്ടില്ലായിരിക്കാം, ബൈബിളിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷെ
ഇന്ന് പരിശുദ്ധാത്മാവിനെ വേർതിരിക്കുക. ആത്മാവിനെ വേർതിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ജനത്തെയും ദൈവാത്മാവ് ഇന്ന് പകൽ വേർതിരിച്ച് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രവാചകനായിരുന്ന, ഉപദേഷ്ടാവായിരുന്ന പൗലോസിനെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയിലേക്ക് ദൈവാത്മാവ് വേർതിരിച്ചതുപോലെ അടുത്ത ഒരു ലെവലിലേക്ക് നീ ഇപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അതിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവാത്മാവ് നിന്നെ അഭിഷേകം ചെയ്ത് നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഇന്ന് ഏൽപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. അസാധാരണമായ ഒരു ആത്മപകർച്ച ഇവിടെ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകം ദൈവകൃപ ഇന്നത്തെ ദൈവാത്മ പകരുന്നു. പുതിയ അന്യഭാഷ മാത്രമല്ല, ശുശ്രൂഷയുടെ പകർച്ച, ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം ദൈവാത്മ വിരുദ്ധകൾ ദൈവജനത്തിന് കൈമാറുകയാണ്. പൗലോസിനെയും ബർന്നബാസിനെയും അപ്പോസ്തലന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് നിർത്തി അഭിഷേകം ചെയ്തതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. നിന്നെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ, എന്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തോ, എന്തിനു വേണ്ടി കർത്താവിനെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ നിന്നെ വേർതിരിച്ചോ, അതിനു വേണ്ടി ഇന്ന് പകൽ ദൈവത്തിനെ അഭിഷേകം ചെയ്ത പകലാണ്. അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്ക ദൈവാത്മാവ് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്.